വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ പത്രപ്രവർത്തകരെയും പത്രസ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയൊക്കെ തന്നെ സംഘാടക സമിതിക്ക് വേണ്ടിയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഇതുവരെ 151 മത്സര ഇനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്സര ഇനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആരംഭിക്കുവാനും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കൊണ്ടുവച്ചോളൂ. സാധാരണഗതിയിൽ ധാരാളം അപ്പീലുകൾ വരാറുണ്ട്. അപ്പീലിന്റെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ലോട്ടിട്ട ശേഷം ആദ്യം പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള താല്പര്യം കാണിക്കാതെ മാറി നിൽക്കുന്നതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതെല്ലാം ഒരു സ്റ്റേജിൽ ഒരു ഇനം ആരംഭിക്കുന്നതിന് വേണ്ടി തടസ്സമാകാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സംഘാടക സമിതിയും അതുപോലെ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ അത് വളരെ കർശനമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ ഫലമായി കൃത്യസമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെ സാധാരണഗതിയിൽ ഇന്നലത്തെ മെയിൻ വെന്യൂ സാധാരണ മുൻപ് കാലങ്ങളിലൊക്കെ രാത്രി 1 മണിക്കാണ് തീരേണ്ടിയത്. ഇന്നലെ 8:30 മണിക്ക് അത് തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ജഡ്ജസിനെ കൊണ്ടുവരുന്നതിന്റെ പ്രശ്നമുണ്ട്. അത് ട്രാഫിക്കിന്റെ ഒരു വിഷയമുണ്ട്. കുട്ടികൾക്ക് തന്നെ ട്രാഫിക് തടസ്സം കൊണ്ട് അവിടെ എത്തുന്നതിനുള്ള പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ചാണ് നമ്മൾ ഇതിലെത്തുന്നത്. എല്ലാ സ്ഥലത്തും മാനേജർമാർക്ക് ഉപരിയായി, സ്റ്റേജ് മാനേജേഴ്സിന് ഉപരിയായി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് എല്ലാ സ്റ്റേജുകളിലും ചുമതല കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഇത് പങ്കെടുക്കുന്ന ടോട്ടൽ ജഡ്ജസിന്റെ ലിസ്റ്റ് ഇന്ന് പത്രങ്ങൾ വന്നിട്ടുണ്ട്. വിജിലൻസിന് കൈമാറിയിട്ടുണ്ട്. അവർ വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾ സ്വയം നിയന്ത്രിക്കപ്പെടുകയാണ്. എങ്കിൽ പോലും 1800-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൽ 200-ലധികം വരുന്ന ഷാഡോ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എല്ലാ വേദികളിലും ആവശ്യത്തിനുള്ള കുടിവെള്ളമുണ്ട്, വൈദ്യസഹായമുണ്ട്, ഭക്ഷണപന്തൽ ഉൾപ്പെടെയുള്ള വേദികൾ ബന്ധിച്ചുകൊണ്ടുള്ള വാഹന സൌകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഈ ഉത്സവത്തിൽ ഞാൻ കാണുന്ന കാര്യം ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഒരു ചുക്ക് കാപ്പി, നമുക്ക് ചിലപ്പോൾ ചുക്ക് കാപ്പി എന്ന് തോന്നുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇരുന്ന് ചുക്ക് കാപ്പിയല്ല, അവർ വളരെ ശാസ്ത്രീയമായി അതിന് ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ചുക്ക് കാപ്പി അവിടെ പോലീസുകാർ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ തുളസി ഇലയും എല്ലാം കൊണ്ടുവന്ന് ഇട്ട് സർവീസ് ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ വേറൊരു മുഖം നമുക്ക് അവിടെ കാണുന്നതിന് വേണ്ടി കഴിയും. തൊട്ടപ്പുറത്ത് നോക്കിയാൽ ഫയർഫോഴ്സുകാർ ആണെന്ന് തോന്നുന്നു. അവരവിടെ വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് ചോദിച്ചു, എന്താ നിങ്ങൾ ലൈറ്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇട്ടാൽ ഒരുതരം ഈ ട്യൂബിൽ ഒന്ന് പാറ്റ ഒന്ന് കൂടും, ചെയ്യാൻ പാറ്റ ഒന്ന് കയറും, അതുകൊണ്ട് ഞങ്ങൾ അപ്പൊ അത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. ആംബുലൻസ് സൗകര്യങ്ങളുടെ ധാരാളം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ആംബുലൻസ് സൗകര്യം തന്നെ വെട്ടിക്കുറച്ച് ഞങ്ങൾ ഇടപെട്ട്, ഞാനൊരു ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട്. കാരണം 6-7 ആംബുലൻസ് കൊണ്ടിട്ടേക്ക് ആൾക്കാർ വിചാരിക്കും എന്തോ അത്യാഹിതം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 2 എണ്ണം മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ആക്കി മാറ്റുന്ന ഒരു സാഹചര്യം പിന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ വേദികളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹന സൗകര്യങ്ങൾ, അത് ഏറ്റവും പ്രത്യേകത ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ, ചില പത്രസ്ഥാപനങ്ങൾ തന്നെ, പത്രത്തിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവർ ഓട്ടോറിക്ഷ ബോർഡും നമ്മുടെ കലോത്സവത്തിന്റെ ബോർഡും വെച്ച് ഓട്ടോറിക്ഷ സഞ്ചരിക്കുകയാണ്.
അപ്പോൾ എല്ലാ നിലയിലും കലോത്സവത്തിൽ ഈ കോഴിക്കോട് വന്നിറങ്ങുന്നവരെ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്രയും ആൾക്കാർ വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളുണ്ട്. ഇത്രയും ജനം വന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ സ്വാഭാവികമായിട്ട് കാണാം. കാരണം ഇപ്പോൾ നമ്മുടെ മെയിൻ വേദി ക്രോസ് ചെയ്ത് ഈ ഗസ്റ്റ് ഹൗസ് എത്തണമെങ്കിൽ ഏതാണ്ട് നല്ലൊരു സമയമെടുക്കും. അങ്ങനെയുള്ള അസൗകര്യങ്ങൾ ഇതിൽ ഉണ്ടാവാം. ഒന്നാം ദിവസം 2309 കുട്ടികൾ പങ്കെടുത്തു. രണ്ടാം ദിവസം 2590 കുട്ടികൾ പങ്കെടുത്തു. മൂന്നാം ദിവസം 2849 കുട്ടികൾ പങ്കെടുത്തു. നാലാം ദിനം 2161 കുട്ടികൾ പങ്കെടുത്തു. അഞ്ചാം ദിനം 499. അങ്ങനെ 10408 കുട്ടികൾ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാറ്റം വന്നേക്കാം. ഇത് ഞാൻ 2 മണിവരെയുള്ള കണക്കാണ് പറയുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അപ്പീലുകളുടെ എണ്ണത്തിന്റെ കുറവ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെ ലഭിച്ചത് 301 ലോവർ അപ്പീലുകളാണ്. 301 ലോവർ അപ്പീലുകളാണ്. അതിൽ DDE ഡെപ്യൂട്ടി ഡയറക്ടർമാർ കൊടുക്കുന്ന അപ്പീലുകൾ അതെല്ലാം അടുത്ത പ്രാവശ്യം മാനുവൽ പരിഷ്കരണത്തോടുകൂടി അതിനെ സംബന്ധിച്ചിടത്തൊക്കെ ചില മാറ്റങ്ങളെ സംബന്ധിച്ചിടത്ത് ആലോചിക്കുന്നു. 222 ആണ്. 222 DDE ഞങ്ങൾ തന്നെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർമാർ അവിടുത്തെ ജില്ലയിൽ നടക്കുന്ന കലോത്സവത്തിന്റെ അപ്പീൽ സ്വീകരിക്കുന്നതന്നെ അത് 222 കൊടുത്തിട്ടുണ്ട്. ആ 222 അപ്പീലുകളിലും അവരെ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയും മറ്റു കുട്ടികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള അപ്പീലാണ്. എന്നാൽ ജില്ലാ കോടതി വന്നിട്ടുള്ള എല്ലാ അപ്പീലുകളും അങ്ങനെയല്ല. റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട എന്ന് ചില അപ്പീലുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള 7 അപ്പീലാണ്. ജില്ലാ കോടതി 23 അപ്പീലുകൾ. മുനിസിപ്പൽ കോടതികളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള 48. ലോകായുക്ത് 1. അപ്പൊ ഇത് ഈ കോടതികളിൽ നിന്നൊക്കെ തന്നെ ഈ അപ്പീലുകൾ വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറും അഡ്വക്കേറ്റ് ജനറലും നിയമജ്ഞന്മാരുമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ക്രമീകരണം ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട ആയിട്ടുണ്ട്. ഒരു പൊതു ക്രമീകരണം. ഈ ഹയർ അപ്പീലിന് 93 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. ഹയർ അപ്പീൽ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൺവീൻഡ് ആയിക്കൊണ്ടും വിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ ഇതിലുള്ള കേരളത്തിൽ നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ ഇല്ലാത്ത പ്രമുഖ വ്യക്തികൾ പങ്കെടുപ്പിച്ചു പ്രമുഖ എക്സ്പെർട്സ് അവരെ ആവശ്യത്തിന് വിളിച്ചു വരുത്തി കുട്ടിയെ റെക്കോർഡ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് കണ്ട് കാര്യങ്ങൾ അപ്പീൽ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. 93 DGക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമല്ലാതെ ഇതൊരു വലിയ നമ്പറിലെത്തേക്ക് പോകുമായിരുന്നു. ഇതിൽ 63 എണ്ണത്തിന്റെ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 63 എണ്ണത്തിന്റെ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണ സ്ഥലത്ത് നല്ല തിരക്കാണ്. ഞാനും ബഹുമാനപ്പെട്ട റിയാസും ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ നിങ്ങളുമൊക്കെ തന്നെ അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ഇപ്പോൾ 3 നേരങ്ങളായി ഫസ്റ്റ് ദിവസം 30,000 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 3 നേരങ്ങൾ. രണ്ടാം ദിവസം 40,000 പേർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. മൂന്നാം ദിവസമായ ഇന്ന് 30,000 ആളുകൾക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ പാസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഫുഡിന്. നമ്മുടെ ഒരു ഉത്സവമല്ലേ, വരുന്നവരെല്ലാം ആരെയും അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു പാസ് ഇല്ലെങ്കിൽ അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ള നിലയിലുള്ള കാര്യം. അതിന്റെ ഫലമായിട്ട് നമ്പർ കൂടുന്നുണ്ട്. അതിന്റെ ക്യൂവും കുറച്ച് കൂടുന്നുണ്ട്. അടുത്ത വർഷം മുതൽ ഭക്ഷണം 2 വേദിയിലത്തേക്ക് വിളമ്പുന്നത് സംബന്ധിച്ചത് ആലോചിക്കുകയാണ്. 7 ജില്ലകൾ വെച്ച് മാറ്റി കൊടുത്ത ഒരു വികേന്ദ്രീകരണം വരുത്തുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം എന്നുള്ളതാണ്. കലോത്സവത്തെ ബന്ധപ്പെട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ 3 മുതൽ 6 വരെ നടന്ന സാംസ്കാരിക സായാഹ്നം പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദനാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂരി, ശ്രീ സുനിൽ P. ഇളയിടം, ആലങ്കോട് ലീല കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഈ കലാ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനായി അത്ഭുതകരമായിട്ടുള്ള തിരക്കാണ് ഓരോ വേദിയിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം, കോഴിക്കോടിന്റെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ മേളയാണ് 69ാമത്തെ സ്കൂൾ കലോത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് കലോത്സവത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് രേഖപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു കാര്യമാണ്.
പിന്നെ മെയിൻ വെന്യൂണ്ട് വിക്രം മൈതാനം. അവിടെ ഈ ആൾക്കാർ ഇങ്ങ് 10,000 കസേര ഇട്ടിരിക്കുന്നത്, 10,000 കസേരയിൽ ആൾക്കാർ ഇരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഒരു സെക്യൂരിറ്റി റീസൺസ് കാരണം ബാരിക്കേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് പിന്നെ പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ഒന്ന് തൊട്ട് മുമ്പാണ് ജഡ്ജസ് ഇരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വന്ന് ഏതെങ്കിലും ഒരു ജഡ്ജസ് തൊട്ട് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ട് വേദിയാണ്. അപ്പോൾ വേദിയിൽ കളിക്കുന്ന കുട്ടികൾക്കും ജഡ്ജസിനും ഒക്കെ തന്നെ നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്, പെട്ടെന്നൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നമ്മൾ ബാരിക്കേഡ് ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടു, പലരും വന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഈ ബാരിക്കേഡ് ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ബാരിക്കേഡ് മാറ്റി ഒരു എന്താ കമ്പി കെട്ടുമ്പോൾ പിന്നെ കാണാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ക്രമീകരണം അവിടെ വരുത്തിയിട്ടുണ്ട്. രണ്ടാമത് പിന്നെ അവിടുത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ഞങ്ങളെ അവിടെ പത്രക്കാരുടെ യോഗം അവിടെ വിളിച്ചു ചേർത്തിരുന്നു. അവരോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച്. നമ്മളത് അത്രമാത്രം സൗഹൃദം ഉള്ളതുകൊണ്ടാണ് വിളിച്ചു ചേർത്ത് എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചത്. അപ്പം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതൊരു മത്സരമാണ്, ഭയങ്കര വാശിയാണ്. ഇതിന്റെ ഓരോ ഇഞ്ചിനുള്ള പോരാട്ടമാണ്. ഇതിന് ചില നിയമങ്ങളുണ്ട്, കോടതിയിൽ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളുണ്ട്. ഒരു കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമില്ല, അങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ ഇത് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ. കാരണം മാധ്യമങ്ങളിലൂടെയാണല്ലോ ഇത് പോപ്പുലറൈസ് ചെയ്ത് ഏറ്റവും നന്നായി തന്നെ വരുന്നത്. അപ്പോൾ ആദ്യം ലോട്ടിട്ട് അവരെല്ലാ പത്രക്കാരിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരമൊക്കെ നടത്തി അവർ ലോട്ടിട്ട് ഓരോ കേന്ദ്രങ്ങൾ നിശ്ചയിച്ചു. അതെല്ലാം നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത് പിന്നെ വിഷ്വൽ മീഡിയക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി തട്ടിട്ട് കൊടുത്തു, മുകളിൽ തട്ടിട്ട് കൊടുത്തു. അവർക്കത് വെച്ച് സന്തോഷത്തോടെ അത് നിർവഹിക്കുന്നു. അപ്പോൾ പിന്നെയാണ് ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ ഒരു പുതിയ ആവശ്യം വന്നത്. ഞങ്ങൾക്കത് ശരിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. കോഴിക്കോടിൻ്റെ മണ്ണിൽ ഈ കലോത്സവം നടക്കുമ്പോൾ കോഴിക്കോടിലെ ജനത ഒന്നടങ്കം ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. 150 ഇനങ്ങളിൽ ആണ് ഇപ്പോൾ മത്സരങ്ങൾ പൂർത്തിയായിട്ടുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേള.